ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഒരു വാർത്തയിലേക്ക് ഈ സമയത്ത് നമ്മൾ കടക്കുകയാണ്. ഇറാനിൽ ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നാണ് BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് മുൻകൂട്ടിയുള്ള ആക്രമണം എന്നാണ് ഇസ്രയേൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ടെഹ്റാനിൽ കെട്ടിടങ്ങൾ സ്ഫോടക ശബ്ദം കേട്ടതായും പുക ഉയർന്നതായുമുള്ള ചിത്രങ്ങളടക്കം പുറത്തുവരുന്നുണ്ട്. ടെഹ്റാനിലും ഒപ്പം ജൊഹൌരി സ്ക്വയർ, ഒപ്പം ഹസൻ അബാദ് സ്ക്വയർ, ഇവിടെയെല്ലാം പുക ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ BBC ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളുടെയെല്ലാം ഒരു സാക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയതായ വാർത്തകൾ പുറത്തുവരുന്നത്. ഈ വാർത്ത ഇപ്പോൾ ഇസ്രയേലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രയേലിൽ കഴിഞ്ഞ 2 ദിവസമായി അടിയന്തരാവസ്ഥയടക്കമുള്ള സമാന സാഹചര്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നതായ സൂചനകളും പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തും എന്ന തരത്തിൽ അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും, യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഇറാന് ചുറ്റും പടയ്ക്കൊരുക്കി തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന സാഹചര്യമായിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ അമേരിക്കയ്ക്ക് മുന്നോടിയായി, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മുൻപ് തന്നെ ഇസ്രയേൽ ഒരുപക്ഷെ അമേരിക്കയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരീകരണം പുറത്തേക്ക് വരേണ്ടതുണ്ട്. എന്തായാലും ജനീവയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന ചർച്ചയിലും ശുഭപ്രതീക്ഷയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പുറത്തുവെച്ചത്. എന്നാൽ ഇനിയും ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന സാഹചര്യമാണ് അന്നത്തെ പ്രതിനിധികൾ, US പ്രതിനിധികളടക്കം വ്യക്തമാക്കിയതെങ്കിലും ഈ ചർച്ചയിൽ തനിക്ക് തൃപ്തിയില്ല എന്ന് ട്രംപ് അന്ന് തന്നെ പറഞ്ഞു. തുടർ ചർച്ചകൾ ഇപ്പോൾ മറ്റന്നാൾ തിങ്കളാഴ്ച നടക്കാനിരിക്കെയാണ് ഇറാനിൽ ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടായി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. മുൻകൂട്ടിയുള്ള ആക്രമണം ആരംഭിച്ചുവെന്ന് അക്കാര്യം ഇപ്പോൾ ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒരു പ്രസ്താവനയിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ ക്യാറ്റ്സ് ഇസ്രയേൽ മുഴുവനായും പ്രത്യേകമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ലോകം ഒരുപക്ഷെ ആശങ്കയിലായിരുന്ന കാര്യം തന്നെയാണ്. റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ, ചൈന അടക്കമുള്ള രാജ്യങ്ങളെല്ലാം ഒരുപക്ഷെ ഇറാന് നേരെയുള്ള ഏതൊരു ആക്രമണവും തീക്കളിയാകും എന്ന സാഹചര്യത്തിലേക്ക് ഒക്കെയുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗി ലാവ്റോവ് അടക്കം അത്തരം നിലപാടുകളുമായി മുന്നോട്ട് വന്നതാണ്. എന്നാൽ അതിനെയെല്ലാം കാറ്റിൽ പറത്തി, അല്ലെങ്കിൽ അത്തരം മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പുകളെയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഇസ്രയേൽ ഇപ്പോൾ ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് 2ാം തവണയാണ്. ഇതിനു മുൻപും ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കറിയാം, അമേരിക്കയുടെ പിന്തുണയോടുകൂടിയ ആക്രമണമാണ് നടത്തിയത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് നടത്തിയത്. എന്നാൽ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് ഒരു പരിക്കും പറ്റിയില്ല എന്നും ഏതാനും മാസങ്ങൾക്കും, ഒരു 7-8 മാസങ്ങൾക്കകം തന്നെ അത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഇറാൻ അന്ന് വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയുടെ 2 ബോംബർ വിമാനങ്ങളടക്കം ഇറാനിലെ സുപ്രധാനമായ ആണവ കേന്ദ്രങ്ങളിലേക്ക് അടക്കം ആക്രമണം നടത്തിയതാണ്. പക്ഷേ അത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുന്ന തരത്തിലാണ് ആ ഒരു ആക്രമണം ചിത്രീകരിക്കപ്പെട്ടതും. ഒരു വലിയ തിരിച്ചടിയായി തന്നെ, വലിയ ഒരു ഈഗോ ക്ലാഷ് ആയി തന്നെ അതിനെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാണുകയും ചെയ്തു. എന്തായാലും അന്ന് ഇസ്രയേലിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി, അല്ലെങ്കിൽ രാജ്യങ്ങളും ചേർന്ന് മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച ഒരു ആക്രമണമാണെങ്കിൽ, ഇന്നിപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുകയാണ്. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി, അല്ലെങ്കിൽ അമേരിക്കയുടെ സമ്മതമില്ലാതെ ഇത്തരത്തിലൊരു ആക്രമണത്തിന് ഇസ്രയേൽ മുതിരുകയില്ല എന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. നമുക്കറിയാം, ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് നേരത്തെ തന്നെ ഇറാനും വ്യക്തമാക്കിയിരുന്നതാണ്. ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയും ഒപ്പം പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രി അടക്കം വ്യക്തമാക്കിയിരുന്നതാണ്. ഇറാന് ചുറ്റുമുള്ള, അല്ലെങ്കിൽ മധ്യപൂർവേഷ്യയിലുള്ള അമേരിക്കയുടെ ഏതെല്ലാം ക്യാമ്പുകളുണ്ടോ, സൈനിക ബേസുകളുണ്ടോ, അവിടെയെല്ലാം ആക്രമണം നടത്താൻ തങ്ങൾ സജ്ജമാണ്, തങ്ങളെ ചെറുതായി കാണണ്ട എന്ന് തന്നെയാണ് അന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയടക്കം പ്രധാനമന്ത്രിയടക്കം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എന്തായാലും ഇനി ചർച്ചകൾ എത്രത്തോളം സുഗമമായി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ തിങ്കളാഴ്ച നടക്കുന്ന ചർച്ചകളുടെ സാധ്യതകൾ എത്രത്തോളമാണ് എന്നൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ കാണാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും കാഷ്വാലിറ്റി അടക്കമുള്ള വിവരങ്ങളെക്കുറിച്ച് ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമല്ല. ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. 3 സ്ഫോടനങ്ങൾ നടത്തി അതിൻ്റെ ദൃശ്യങ്ങളടക്കം BBC അടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വിടുകയാണ്.